അല്പസമയത്തിനകം വീണ എത്തും. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, കഴിഞ്ഞ തവണ ഇളവ് തേടിയതാണ് വീണ. എപ്പോഴെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്? യെസ് ഉന്മേഷ്, 10 മണിയോടുകൂടി ED ആസ്ഥാനത്ത് ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് റിയാസ്, അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് കൂടി ഒപ്പമുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രധാനമായും രാഷ്ട്രീയമായി കൂടി ഈ കേസിനെ വളരെയേറെ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കേസാണ്. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇത്തരമൊരു കേസിൽ അകപ്പെടുകയും അതേ തുടർന്ന് ഏറെ കോലിളക്കം അത് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. നിയമസഭയിലടക്കം അത് പ്രതിപക്ഷം വലിയ തോതിൽ അന്ന് UDF അത് കൊണ്ടുവരികയും ചെയ്തതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു മറുപടി, തന്റെ കുടുംബത്തെ വലിച്ചഴയ്ക്കുന്നു, അല്ലെങ്കിൽ മടിയിൽ കനമില്ല തുടങ്ങിയിട്ടുള്ള മറുപടികളായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അതിന് മറുപടി നൽകിയത്. അതൊക്കെ വീണ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഈ കേസിൽ വലിയ ചലനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കുകയും പിന്നീട് വീടുകളിൽ തന്നെ റെയ്ഡിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് വീണയ്ക്കല്ല അതിന്റെ യഥാർത്ഥ ഗുണം CMRL നൽകിയത് അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആയിരുന്നു എന്നും അതിന്റെ കരിമണൽ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോകുന്നതിന് അന്ന് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയായിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോഴും UDF ഉയർത്തിക്കൊണ്ടുവരുന്നു. UDFന്റെ MLA മാർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം വീണ ടിക്ക് എന്തിന് ഇത്ര വലിയ തുക കൈമാറുന്നു, അല്ലെങ്കിൽ എന്ത് സേവനമാണ് അവർ നൽകിയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിന്റെ തിരിച്ചുള്ള സേവനം നൽകിയത് അന്നത്തെ മുഖ്യമന്ത്രിയാണോ എന്നുള്ള ചോദ്യം UDF ഉയർത്തുമ്പോഴാണ് അതിന് മറുപടി ലഭിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. മറ്റൊന്ന്, ഇവരുടെ വീടുകളിലേക്ക്, അതായത് പിണറായി വിജയന്റെ ഉൾപ്പെടെ വീടുകളിൽ അന്ന് റെയ്ഡ് നടത്തിയപ്പോൾ CPMന്റെ വലിയ പ്രതിരോധം കേരളം കണ്ടതാണ്. അവർക്ക് നേരെ, ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അവർക്ക് വധഭീഷണി അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് കേസെടുക്കുകയും ചെയ്തത്. അത്രയും വലിയൊരു അക്രമം അന്ന് അവിടെ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിൻപറ്റി പിന്നീട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു രോഷപ്രകടനം അന്ന് സംഭവിക്കുകയും ചെയ്തു. അതിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ പിന്നീട് ഉയർന്നു വരികയൊക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ ഇവിടെ CPMന്റെ മറ്റ് പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഒന്നും തന്നെ ഇതുവരെയും ED ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അതിൽ തന്നെ വീണയ്ക്കെതിരെയുള്ള കേസ് അവർ നോക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക്, അതൊന്ന് മയപ്പെടുത്തുന്ന രീതിയിലേക്ക് CPM മാറുകയും ചെയ്തിരുന്നു. കാരണം വീണയ്ക്ക് പാർട്ടി അംഗത്വമില്ല, പിന്നെ എന്തിനു വേണ്ടി ഇത്രയേറെ ഒരു പ്രതിരോധം തീർക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി നൽകിയാൽ പോരെ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു. പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ആ കേസ് അവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം അത്തരമൊരു ഐക്യദാർഢ്യ പ്രകടനം അല്ലെങ്കിൽ അത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ കൂടുന്നു. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അന്ന് അത് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് മാറിയതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അണികളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് പിന്നീട് നേതാക്കൾ അതൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രൊസീഡിംഗ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി അവർ ആ 2,78,00,000 രൂപ ഉപയോഗിച്ച് ഏത് സ്വത്തുക്കൾ ആ സമയത്ത് ഉണ്ടാക്കി എന്നുള്ളത് കണ്ടെത്തുകയും അത് മരവിപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ കുരുക്കാകും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതിന് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വരികയും ചെയ്യും. ഈ ഒരു തുക നൽകി ഇതിൽ മാത്രം നിൽക്കുന്നതല്ല. കാരണം ഏകദേശം 138 കോടി രൂപയോളം അതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു കൈക്കൂലിപ്പണം നൽകിയിട്ടുണ്ട് CMRL പലർക്കായി എന്നുള്ളതായിരുന്നു EDയുടെ ഒരു കണ്ടെത്തലുള്ളത്. അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം നീങ്ങും എന്നുള്ളതും അന്നൊരു വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീടാണ് ഈ കേസിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നതും ഹൈക്കോടതിയുടെ അനുമതി, റെയ്ഡ് അതൊക്കെ വേഗതയിൽ നടന്നു എന്നുള്ളത് കൂടിയാണ് ഉന്മേഷ് എടുത്തു പറയേണ്ടത്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, അവിടെ നിന്ന് കണ്ടുകെട്ടിയ രേഖകളോ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് തെളിവുകളോ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിൻ്റെ സമൻസ് അയക്കാൻ വൈകുന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സമൻസ് അയക്കുന്നു, ഉടൻ തന്നെ വരണമെന്ന് പറയുന്നു. 2 ആഴ്ചത്തെ കാലാവധി മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി ചോദിക്കുന്നു. പക്ഷേ അത് നൽകാതെ 5 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള ഇടപെടൽ, അതിന്റെ വേഗത വർദ്ധിപ്പിച്ചു ED എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനും തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വീണ ടി അല്പസമയത്തിനകം ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.